ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ വ്യാപകമായിട്ട് കൃഷി വിളവുകൾ, കണ്ടമാനം വിളവുകൾ, അതായത് പ്ലാവിൽ ഒരുപാട് ചക്കകൾ നിൽക്കുക, മാവിൽ മാങ്ങ ഒരുപാട് വിളയുണ്ടാകുക, ഇവയൊക്കെ കർഷകർ വിളവെടുക്കാതെ നശിച്ചു പോകുന്ന ഒരു പ്രവണത പാലക്കാട് ജില്ലയിൽ വ്യാപകമായിട്ട് കാണാനുണ്ട്. ഇതിൽ കൃഷി വകുപ്പ് അടിയന്തരമായിട്ട് ഈ മഴക്കാലത്ത് തന്നെ പരിശോധന നടത്തി ഇത്തരം കൃഷി വിളവുകൾ നശിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഫൈൻ ഈടാക്കിക്കൊണ്ട് അവരുടെ സബ്സിഡി കൊടുക്കുന്നത്, കൃഷി സബ്സിഡി കൊടുക്കുന്നത് പുനഃപരിശോധിക്കേണ്ടതും അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതുമാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ മഴക്കാലമാവുമ്പോൾ ധാരാളം ജലസമൃദ്ധമായിട്ടുള്ള കിണറുകളും കുളങ്ങളും എല്ലാ ജില്ലയിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ അതിരൂക്ഷമായ വരൾച്ച വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുഴൽക്കിണറുകൾ വ്യാപകമായ റോഡുകളുടെ സൈഡിലൊക്കെ ഒരുപാട് പഞ്ചായത്ത് കുഴൽക്കിണറുകളും സ്വകാര്യ വ്യക്തികളുടെ കുഴൽക്കിണറിൻ്റെ കുഴലുകളും വെറുതെ ഉപയോഗിക്കാതെ നശിപ്പിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവയൊക്കെ ഈ മഴക്കാലത്ത് റീചാർജ് ചെയ്യുകയും വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നും വെള്ളമെടുക്കേണ്ട ഒരു സംവിധാനം സർക്കാർ ഒരുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഈ കുഴൽക്കിണറുകൾ റീചാർജ് ചെയ്യാൻ വേണ്ട നടപടി വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും ബന്ധപ്പെട്ട വകുപ്പുകൾ, സർക്കാരും ഇതിലൊരു പുനരാലോചന നടത്തേണ്ടതാണ്. ഇത്തരം കുഴൽക്കിണറുകൾ വ്യാപകമായിട്ട് പാലക്കാട് ജില്ലയിൽ കാണാൻ സാധിക്കും. റോഡിന് ഇരുവശങ്ങളിലും ചുമ്മാ ഉപയോഗിക്കാതെ മൂടി വച്ചിരിക്കുന്ന ഒരുപാട് കുഴൽക്കിണറുകൾ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഇവയൊക്കെ റീചാർജ് ചെയ്യുകയും വേനൽക്കാലത്ത് ഉപയുക്തമാക്കത്തക്ക രീതിയിൽ നമ്മുടെ ജലക്ഷാമം പാലക്കാട് ജില്ലയിൽ വരാതെ പരിഹരിക്കാൻ സാധിക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതൊരു മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ ഇതിൽ എനിക്ക് പറയുവാനുണ്ട്. മറ്റൊരു വിഷയമായി വേറൊരു ദിവസം നമുക്ക് കാണാം.